ഏറ്റവും വലിയ ഏകകോശ ജീവി? ഉത്തരം അസറ്റാബുലേറിയ. വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ? ഉത്തരം റെനിൻ. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തു? ഉത്തരം അമോണിയ. ഇബ്നു ബത്തൂത്ത ഏതു രാജ്യത്തെ സഞ്ചാരിയാണ്? ഉത്തരം മൊറോക്കോ. ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ഉത്തരം ആന്ധ്രാപ്രദേശ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരാണ്? ഉത്തരം വാഗ്ഭടാനന്ദൻ. ആധുനിക ഫുട്ബോളിൻ്റെ ജന്മദേശം? ഉത്തരം ഇംഗ്ലണ്ട്. ഇടിമിന്നലിൻ്റെ നാട്? ഉത്തരം ഭൂട്ടാൻ. ഡൽഹിയിൽ ഫ്രഞ്ച് എംബസിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന എഴുത്തുകാരൻ? ഉത്തരം എം മുകുന്ദൻ. ഗംഗാ നദിയുടെ പതനസ്ഥാനം? ഉത്തരം ബംഗാൾ ഉൾക്കടൽ. ബെർലിൻ നഗരം ഏതു രാജ്യത്താണ്? ഉത്തരം ജർമ്മനി. പെട്രോളിയത്തിൻ്റെ അംശീക സേചനം വഴി ലഭിക്കുന്ന ഒരു ഘടകം? ഉത്തരം ഡീസൽ. ഏറ്റവും ഉയർന്ന താപനിലയുള്ള നക്ഷത്രത്തിൻ്റെ നിറം എന്തായിരിക്കും? ഉത്തരം നീല കലർന്ന വെളുപ്പ്. ലോക ജലദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം മാർച്ച് 22. ജലവും ധാതുലവണങ്ങളും വേരിൽ നിന്ന് ഇലകളിലേക്ക് വഹിച്ചു കൊണ്ടുപോകുന്നത്? ഉത്തരം സൈലം. ഭക്ഷണത്തിൽ ഇരുമ്പിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം? ഉത്തരം വിളർച്ച. ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വിഷവാതകം? ഉത്തരം മീഥൈൽ ഐസോസയനേറ്റ്. സോഡിയം ക്ലോറൈഡും ഗാഢ സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം? ഉത്തരം ഹൈഡ്രജൻ ക്ലോറൈഡ്. ജിയോ തെർമൽ ഊർജം ലഭ്യമാക്കുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം മധ്യപ്രദേശ്. ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ ലഭ്യമായത് ഏതാണ്? ഉത്തരം കൽക്കരി. ഒരു വസ്തുവിൻ്റെ സ്വതന്ത്രമായ കമ്പനമാണ് സ്വാഭാവിക കമ്പനം. മെൻലോ പാർക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ? ഉത്തരം എഡിസൺ. പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. മുട്ടയിടുന്ന സസ്തനി? ഉത്തരം പ്ലാറ്റിപ്പസ്. കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതെവിടെ? ഉത്തരം ശ്രീകാര്യം. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപ്പാദനം മൂലമുണ്ടാകുന്ന അവസ്ഥയേത്? ഉത്തരം അക്രോമെഗാലി. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം? ഉത്തരം 2012. സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്? ഉത്തരം സിങ്ക് സൾഫൈഡ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്? ഉത്തരം മഴക്കാടുകൾ. ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? ഉത്തരം ട്രാൻസ് കൊഴുപ്പ്. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ഏത്? ഉത്തരം ബാംഗ്ലൂർ. വെട്ടത്തു സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം കഥകളി. ആരുടെ ആത്മകഥയാണ് കുംഭസാരങ്ങൾ? ഉത്തരം റൂസോ. നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ? ഉത്തരം ഓസ്റ്റ്വാൾഡ്. ഒളിമ്പിക്സ് പതാകയിൽ നീല വളയം സൂചിപ്പിക്കുന്നത് ഏത് ഭൂഖണ്ഡത്തെയാണ്? ഉത്തരം യൂറോപ്പ്. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഹരിക്കെയിൻ. തീക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? ഉത്തരം കുഞ്ഞനന്ദൻ നായർ. 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം? ഉത്തരം ആർ പ്രജ്ഞാനന്ദ. നാറ്റോയുടെ ആസ്ഥാനം? ഉത്തരം ബ്രസൽസ്. പ്രൈം മെറീഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? ഉത്തരം ഗ്രീൻവിച്ച്.
കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? ഉത്തരം തൃശ്ശൂർ. ലോകാരോഗ്യ സംഘടന WHO ആസ്ഥാനം എവിടെയാണ്? ഉത്തരം സ്വിറ്റ്സർലാൻഡ്. അനപത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം? ഉത്തരം സന്തതിയില്ലാത്തവൻ. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ഉത്തരം ഒഡീഷ. പേശിയെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത്? ഉത്തരം ടെൻഡർ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏത്? ഉത്തരം NW3. ഡീപ്പ് ഫേക്ക് എന്നാൽ? ഉത്തരം വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ് ഡീപ്പ് ഫേക്ക്. കൺസിഡർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം ഗോദാവരി. കലാമിൻ എന്ന ലോഹത്തിൻ്റെ അയിരാണ് സിങ്ക്. എണ്ണൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം തമിഴ്നാട്. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ്? ഉത്തരം കമ്മ്യൂണിറ്റി റിസർവുകൾ. ഇന്ത്യയുടെ വടക്കേ അറ്റം അറിയപ്പെടുന്നത്? ഉത്തരം ഇന്ദിരാ കോൾ. 1930 മുതൽ ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യദിനമായി ആചരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം? ഉത്തരം ലാഹോർ. താഷ്കണ്ട് പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി. മറയൂർ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി? ഉത്തരം പാമ്പാർ. റബ്ബർ പാൽ ഘനീഭവിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ്? ഉത്തരം ഫോർമിക് ആസിഡ്. വനനശീകരണത്തിനെതിരെ സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം? ഉത്തരം ചിപ്കോ പ്രസ്ഥാനം. ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഭുവനേശ്വർ. ക്ഷേത്രപ്രവേശന വിളംബര സമയത്തെ തിരുവിതാംകൂർ ദിവാൻ? ഉത്തരം CP രാമസ്വാമി അയ്യർ. RBI രൂപം കൊണ്ടത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്? ഉത്തരം ഹിൽട്ടൺ കമ്മീഷൻ. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം വൈറ്റമിൻ D. ശാസ്ത്രവിഷയത്തിൽ നൊബേൽ നേടിയ ആദ്യ ഏഷ്യക്കാരൻ? ഉത്തരം CV രാമൻ. വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറിനെ നിയമിക്കുന്നത്? ഉത്തരം സംസ്ഥാനത്തിലെ ഗവർണർ. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരെന്താണ്? ഉത്തരം ലൂ. കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യമേത്? ഉത്തരം മിഴാവ്. സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെൻറ്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി ഓർ സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് ഡാഷ് ആണ്? ഉത്തരം ഫിഷിംഗ്. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം ഒറീസ. 1961 പ്രഥമ ചേരി ചേരാ സമ്മേളനം നടന്ന സ്ഥലം? ഉത്തരം ബെൽഗ്രേഡ്. നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി? ഉത്തരം ചാലിയാർ. സൾഫ്യൂരിക് ആസിഡിൻ്റെയും ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെയും മിശ്രിതം? ഉത്തരം പിരാൻഹ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം? ഉത്തരം 1931. നേപ്പാളിൻ്റെ ദേശീയ കായിക വിനോദം? ഉത്തരം കബഡി. കറുത്ത പഗോഡ എന്നറിയപ്പെടുന്ന ഒഡീഷയിലെ ക്ഷേത്രം? ഉത്തരം കൊണാർക്കിലെ സൂര്യക്ഷേത്രം. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നത്? ഉത്തരം ഗവർണർക്ക്. അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഉത്തരം ഖസാക്കിൻ്റെ ഇതിഹാസം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.